എന്നാൽ ദ്രോണാചാര്യരുടെ മറുപടി ദൃഢവും തണുത്തതുമായിരുന്നു. അവൻ ഒരു നിഷാദനായിരുന്നു, ഒരു വനവാസി. ഗുരുകുലം രാജകുമാരന്മാർക്കും യോദ്ധാക്കൾക്കും മാത്രമുള്ളതായിരുന്നു. ഏകലവ്യനെ തിരിച്ചയച്ചു. ഏകലവ്യൻ കാടിന്റെ അരികിൽ തനിച്ചിരുന്നു. തന്റെ സ്വപ്നം തുടങ്ങുന്നതിന് മുൻപേ തകർന്നിരുന്നു. വേദന യഥാർത്ഥമായിരുന്നു. നിശബ്ദത ഭാരമുള്ളതായിരുന്നു. ഗുരുകുലത്തിന്റെ വാതിലുകൾ അടഞ്ഞിരുന്നു. രാജകുമാരന്മാർക്ക് ആ വാതിലുകൾ വിശാലമായി തുറന്നിരുന്നു. എന്നാൽ ഏകലവ്യൻ, അവ എന്നേക്കുമായി അടഞ്ഞിരുന്നു, അവർ അങ്ങനെ കരുതി. അവൻ തിരിഞ്ഞ് കാട്ടിലേക്ക് നടന്നു. തനിച്ച്, നിരസിക്കപ്പെട്ട്. എന്നാൽ അവനുള്ളിൽ എന്തോ തകർന്നിരുന്നില്ല. അവനുള്ളിൽ എന്തോ ഇപ്പോൾ തുടങ്ങുകയായിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടി. അവൻ സ്വയം ഒരു നിശബ്ദ പ്രതിജ്ഞ ചെയ്തു. ആരും എന്നെ പഠിപ്പിക്കില്ലെങ്കിൽ ഞാൻ സ്വയം പഠിക്കും. ഏകലവ്യൻ പിന്നീട് എന്ത് ചെയ്തു എന്നറിയാൻ അധ്യായം 3 കാണൂ. ഇത്തരത്തിലുള്ള കഥകൾക്കായി ഇപ്പോൾ തന്നെ എഴുതി ഫോളോ ചെയ്യൂ.